തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം നമ്മോട് എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നു കൊള്ളുക. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനെ ഞങ്ങളെ ശാന്തതയിൽ ഇരുത്തി വലിയ സംരക്ഷണയും കവചവുമേകുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഈ നിമിഷം വളരെ പ്രത്യേകമായി ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ആകുലതകളെ അകറ്റാൻ, ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ, ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ കരുത്തോടെ മുൻപോട്ട് പോകാനുള്ള അനുഗ്രഹത്തിൻ്റെ പുതുവഴികൾ തുറക്കണമേ. വ്യക്തിജീവിതത്തെയും കുടുംബങ്ങളെയും ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ശാലോം കുടുംബത്തെ പൂർണ്ണമായും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ കരങ്ങളിൽ അമ്മ വഴി വിശുദ്ധ യോസേപ്പ് പിതാവ് വഴി ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ ഇസ്രായേൽ ജനത്തോടു കൂടിയുള്ള യാത്ര ആരംഭിച്ചിരിക്കുക. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമാക്കപ്പെട്ട ഇസ്രായേൽ സമൂഹം തങ്ങളുടെ യാത്രയെ ആരംഭിച്ചിട്ട് പുറകിൽ ഫറവോൻ്റെ സൈന്യവും മുമ്പിൽ ചെങ്കടലും ഇങ്ങനെ നിൽക്കുമ്പം വലിയ ഭയത്തോടെ, ആകുലതയോടെ, ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ജീവിതം ഇങ്ങനെ നടുക്കടലിൽ നട്ടം തിരിയുന്ന അതേ അനുഭവത്തോടു കൂടെ ആയിരിക്കുമ്പം മോശ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ, ദൈവത്തിൻ്റെ മനസ്സിനെ, ദൈവിക ഭാവങ്ങളെ വായിച്ചെടുത്തിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാകാത്ത ഒരു വിശ്വാസിക്ക് മാത്രം, ആത്മീയതയുടെ അകക്കണ്ണിൽ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന മോശയുടെ അതിമനോഹരമായൊരു ഓർമ്മപ്പെടുത്തൽ ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പം നമുക്കും ഒരു വലിയ ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ അനുഭവങ്ങൾ ലഭിക്കുകയാണ്. ഓരോ വിശ്വാസിയുടെ കണ്ണിലേക്കും നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയണ ഒരു കാര്യം, നീ എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കേ, നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. ബൈബിളിലെ അകവും പുറവും ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ഓരോ ഇടങ്ങളിലൂടെയും നീ ഒന്ന് കടന്നുപോയേ. നീ അറിയാതെ നിൻ്റെ മനസ്സ് നിന്നോട് പറയുന്നൊരു സാന്ത്വനത്തിൻ്റെ, ദൈവം നൽകുന്ന സംരക്ഷണയുടെ ഒരുപിടി ഓർമ്മകളെ നിനക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ തിരുവചനത്തോട് ബന്ധപ്പെടുത്തിയ ചിന്തയിൽ നമ്മൾ കടന്നു പോകുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത് കരുതലും കാവലുമായിട്ട് അകമ്പടി സേവിക്കുന്ന ഒരു ദൈവം. കരുതലായിട്ടും കാവലായിട്ടും. കരുതലെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അത്യാഹിതങ്ങളുടെ ഇടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന്. കാവലെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഇടറാതെ, നഷ്ടപ്പെടാതെ എന്നെയും നിങ്ങളെയും കാത്തുപരിപാലിക്കുന്ന ആ ദൈവിക പ്രഭയുടെ അനുഭവം. ഒരു നല്ല അപ്പൻ്റെ മനസ്സോട് കൂടെയിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തമ്പുരാൻ ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ കാലേ കൂട്ടി കണ്ടുകൊണ്ട് കരുതലായി നിൽക്കുന്നു. നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് വർഷങ്ങൾക്കപ്പുറം കായ്ക്കുന്ന മരങ്ങളും തെങ്ങും കവുങ്ങുമൊക്കെ നട്ടുപിടിപ്പിച്ചപ്പം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒറ്റ ചിന്ത അവർക്ക് അതിൻ്റെ ഫലം ഭക്ഷിക്കാം എന്നുള്ളതല്ല, അടുത്ത തലമുറയ്ക്ക് അത് അനുഗ്രഹമാകണമെന്ന ചിന്തയാണ്. പക്ഷേ പുതിയ കാലം ഈ കരുതലിൻ്റെ, കാവലിൻ്റെ സംസ്കാരത്തിൽ നിന്നും എല്ലാം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക്, ക്ഷണനേരം കൊണ്ട് കിട്ടുന്നൊരു സംസ്കാരത്തിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സൈബർ വിദഗ്ധനായ ഒരു സഹോദരൻ്റെ ക്ലാസ് കൂടി അദ്ദേഹം പറയുകയാണ് ഒരു ഗെയിമിനെ കുറിച്ച്. ആ ഗെയിം വളരെ കൗതുകമായി നമുക്ക് തോന്നും. ചെറുപ്പക്കാരൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണത്രേ. അതായത് ഒരു മരം, ഗെയിമിലൊരു മരം ഇങ്ങനെ അതിൻ്റെ വിത്ത് പാകുന്നു, അതിനെ വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വെർച്വലായിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്യുകയാണ് കുട്ടികൾ. അപ്പം വളമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, അതിൻ്റെ ചുവട് കളയ്ക്കാനുള്ള ടെക്നിക്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ വേര് വളരുന്നതൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് അവർ തരുന്നൊരു ടൈം ടാർഗറ്റിനുള്ളിൽ ഈ കളിക്കുന്ന വ്യക്തി വളരെ മനോഹരമായിട്ട് ഈ മരം നട്ട് മുളച്ച് അത് കായ്ച്ച് അതിൻ്റെ ഫലം അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സെറ്റിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. അതോടെ ആ ഗെയിമിൽ ആ വ്യക്തി വിജയിക്കുന്നു. കുറേ ആളുകൾ ഓൺലൈനിൽ പലയിടത്തുനിന്നും കൂടുന്നു.
ലോക്ക്ഡൗണൊക്കെ ആയപ്പം ഇങ്ങനെയുള്ള ഒരു മകള് തൻ്റെ നാടൻ വീട്ടിൽ വന്നിട്ട് അപ്പനും അമ്മയും പറമ്പിൽ പണിയെടുക്കുന്ന കൂട്ടത്തിൽ നിർബന്ധം കൊണ്ടോ നിവൃത്തികേട് കൊണ്ടോ അവളും പണിയെടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ആ മാതാപിതാക്കൾ കണ്ട കാഴ്ച, ചെടിയും വിത്തുമൊക്കെ അല്ലെങ്കിൽ ചെടി പാവുകയോ വിത്ത് മുളപ്പിക്കാൻ ഇടുകയൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ പൊക്കി നോക്കുക, വേര് വന്നൊന്ന് നോക്കുക. അങ്ങനെ ഒരു അബ്നോർമാലിറ്റിയുടെ ലെവലിലേക്ക് ആ കുഞ്ഞു മാറിയ ഒരു ജീവിതത്തിൻ്റെ കുറിപ്പ് ആ സൈബർ പ്രോഗ്രാമിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പങ്കുവെക്കുന്നത് കേട്ടു. കരുതലും കാവലും എന്നൊക്കെ പറയണത് സ്വർഗം ഒരു വ്യക്തിയുടെ ജീവിതത്തോട് കാണിക്കുന്ന എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ കെയർ. ഈ കാലം നമ്മളോട് പറയും, നമ്മളെ കാക്കുന്നവൻ കരുതുന്നവൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 139:2 മുതൽ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഞാൻ ഇരിക്കണതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ മുമ്പിലും പിമ്പിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എപ്പോഴും എൻ്റെ മേലുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മേഖലയിലൊക്കെ വിശ്വാസി മാത്രമല്ല, ഏതൊരു വ്യക്തിയും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തെ ഒന്ന് നെഞ്ചിലെ ചൂടായിട്ട് ചേർത്ത് പിടിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. കരുതലായി, കാവലായി കൂടെയുള്ളൊരു ദൈവത്തെ നീ വിസ്മരിക്കരുത്. രണ്ടാമത്തെ കാര്യം, ദൈവം നൽകുന്ന അനുഭവങ്ങൾക്ക് പുറകിൽ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ, മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷുഗർ കോട്ടഡ്, പക്ഷെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ കയ്പിൻ്റെ അനുഭവങ്ങൾ നൽകുന്നത്. വിശ്വാസിയുടെ ജീവിതം, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്നും എപ്പോഴും മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഇങ്ങനെ ഷുഗർ കോട്ടഡ് ഫോമിൽ കിട്ടുന്നൊരു സംസ്കാരമുണ്ട്. നോയെന്ന് പറയാതെ മക്കളെ വളർത്തുന്നൊരു സംസ്കാരം പോലെ. ഒരു കുഞ്ഞവൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഈ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചു. വേറെ ചിലരെ ഒരിക്കലും നോ പറയാതെയും കുറേ ആളുകളെ എപ്പോഴും നോ പറഞ്ഞും വളർത്തുന്നൊരു സംസ്കാരമുണ്ട്. വളരെ അപകടകരമാണ്. ഒരു കുഞ്ഞിൻ്റെ പേരിൻ്റെ കൂടെ അവൻ ഡോണ്ട് എന്ന് ചേർത്തിട്ടാണ് അവൻ സ്കൂളിൽ പറഞ്ഞത്. അരുൺ ഡോണ്ട്. ടീച്ചർ ഓർത്തു, ഇത് എന്ത് പേരപ്പാ? അവൻ്റെ പേര്, അവൻ്റെ അപ്പൻ്റെ പേര് ടോമി എന്നും അമ്മയുടെ പേര് ആനി എന്നുമാണ്. ഇവൻ പേര് ചോദിക്കുമ്പം അരുൺ ഡോണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് അന്വേഷണത്തിനൊടുവിൽ ടീച്ചർ കണ്ടെത്തിയ ഒരു സത്യം, അമ്മ ഇങ്ങനെ കുഞ്ഞുനാൾ മുതൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തോട് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, പിച്ച വെച്ച് നടന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി കൈവയ്ക്കുമ്പോൾ അമ്മ പറയും അരുൺ ഡോണ്ട്, തുടണ്ടാന്ന്. അങ്ങനെ ആ കുഞ്ഞവൻ്റെ പേരിൻ്റെ ഒരു ഭാഗമായിട്ട് ഡോണ്ട് എന്ന് സ്വീകരിച്ചതുപോലെ അങ്ങനെയും ചില എക്സ്ട്രീം നിലപാടുകളൊക്കെയുണ്ട്. വേറെ ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊന്നും നിഷേധിക്കാത്ത വിധം, ജീവിതത്തിൽ ഒരിക്കലും നോ പറയാത്ത വിധം, നോ തൻ്റെ നിഘണ്ടുവിലില്ല എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നവരോട് തമ്പുരാൻ പറയും, ദൈവാനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ കടന്നു വരിക ഞാനും നിങ്ങളുമൊക്കെ സങ്കല്പിക്കാത്ത വിധം സഹനത്തിൻ്റെ മൂടുപടത്തിനുള്ളിലാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം അതിനെ അതിജീവിക്കാനുള്ള കൃപ തരും. ജോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ വിചാരമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം പറയും, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാകാത്തതിനാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ദൈവം ഇതിൻ്റെ പുറകിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയെ മനസ്സിലാകാണ്ട് പോണു. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം ഒരു അപകടം സംഭവിക്കണു, ഒരനർത്ഥം ഉണ്ടാകുന്നു, അത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ഉടനെ ജീവിതത്തിൽ നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് കടന്നു പോകുമ്പം തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവാനുഭവങ്ങളെ മറച്ചു പിടിക്കുന്ന ഒരു ദൈവത്തെ നീ തിരിച്ചറിയണം. ശംഖുപൊട്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കണം, ഈ മറയ്ക്കപ്പെട്ട ദൈവാനുഭവങ്ങളെ വെളിവാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. കോവിഡ് അതിൻ്റെ പുറകിലൊരു വലിയ ദൈവനിയോഗമുണ്ട്. അതിനെക്കുറിച്ച് ഈ നാളുകളിലൊക്കെ വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. കോവിഡ് മൂലം ഇപ്പോൾ 33 ലക്ഷം, അതിന് 35 ലക്ഷത്തോളം ആളുകളാണ് മരിച്ചു പോയത്. നമ്മുടെ ലോകം മുഴുവനും ഒരു വർഷം ക്യാൻസർ മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം ഫിയാത്ത് മിഷൻ്റെ പ്രോഗ്രാമിനകത്ത് അവർ പറയുന്നൊരു ഇൻഫർമേഷനാണ്. 1 കോടി ആളുകൾ ക്യാൻസർ വന്ന് ഓരോ വർഷവും മരിക്കുന്നുണ്ട്. 4 to 5 crores, 4 മുതൽ 5 കോടി ആളുകൾ അബോർഷൻ വഴി മരിക്കുന്നുണ്ട്. വിവിധങ്ങളായ മറ്റു രോഗങ്ങളും അപകടങ്ങളും വഴി മരിക്കുന്ന എണ്ണം ഇതിലുമൊക്കെ കൂടുതലും. അപ്പം നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഈ നിഗൂഢങ്ങളായ ദൈവിക പദ്ധതികളുടെ മുമ്പിൽ പകച്ചു നിന്നുകൊണ്ട് അനുഗ്രഹത്തെ വാങ്ങാൻ കഴിയാത്തവരായി മാറുമ്പം തമ്പുരാൻ്റെ വചനം ഈ തിരുവചനത്തോട് ബന്ധപ്പെടുത്തി പറയും, നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നിഗൂഢങ്ങളായ ദൈവിക പദ്ധതികൾ നമുക്കായിട്ട് സ്വർഗം വെളിവാക്കി തരും. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, കടബാധ്യതയൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാം വഴിമുട്ടിയെന്നൊക്കെ ഓർക്കുമ്പം അത്ഭുതകരമായിട്ട് ചില വ്യക്തികളിലൂടെ ദൈവം ഇങ്ങനെ കടന്നു വരികയാണ്, ചിന്തിക്കാൻ പറ്റാത്ത വിധം. മകളെ കെട്ടിക്കാനായിട്ട് ഒരു സാധ്യതയില്ല,
അപ്പോഴാണ് വികാരിയച്ഛൻ്റെ കയ്യിൽ ആ ഇടവകക്കാരൻ ഒരു വ്യക്തി തൻ്റെ ദശാംശത്തിൻ്റെ, നല്ല സമ്പന്നനാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉൾവിളി തോന്നി, തൻ്റെ ദശാംശത്തിൻ്റെ 1-2 ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാണ്, അത് ആർക്കെങ്കിലും കല്യാണത്തിന് വേണ്ടി കൊടുക്കണം അച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മാനുഷികമായിട്ട് നിഗൂഢങ്ങളായിരിക്കുന്ന പ്രവൃത്തികൾക്ക് പുറകിൽ പോലും അത്ഭുതകരമായിട്ട് ഇടപെട്ട് അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി നമ്മൾ ഓർമ്മിക്കണം. മൂന്നാമത്തെ കാര്യം, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ദൈവം ചിലതൊക്കെ തടയും. ഈ സഹനാനുഭവങ്ങൾ വരുമ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പോക്ക് പോയാൽ ഇനി അപകടപ്പെടും. കൃത്യം ഓർത്തിരിപ്പുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതക്കുറിപ്പ്. അവൻ്റെ അമ്മ ഒരിക്കൽ എന്നെ വിളിച്ച് പറഞ്ഞ, അച്ഛാ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് കാണണം. ഈ അമ്മ പറഞ്ഞ വാക്കെങ്ങനെയാണ്, അവൻ ഈ 23-ാമത്തെ വയസ്സിനുള്ളിൽ അവൻ്റെ പ്രായത്തിനപ്പുറം ചെയ്യാവുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്താണ് അവൻ ജീവിക്കണത്. എൻ്റെ അറിവിൽ തന്നെ അവൻ ചെയ്യാത്തതായിട്ട് ഇനി പാപം വല്ലതും ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എന്നുവെച്ചാൽ അമ്മ പറയാണ്, അമ്മമാരറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരുടെ ജീവിതം നമുക്ക് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പറയാണ്, അവൻ ഈ പ്രായത്തിനുള്ളിൽ ചെയ്യാത്ത ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. ദർശനമൊന്നുമല്ല പറയണേ, അമ്മയുടെ അനുഭവം പറയണേ. അതുപോലെ ഇവനെ ഞാൻ പല ആവർത്തി വിളിക്കാൻ ശ്രമിച്ചു, 1-2 തവണ അവനോട് സംസാരിച്ചു, കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അവൻ വളരെ തന്ത്രപരമായിട്ട് ആ കെണിയിൽ നിന്നും, അല്ലെങ്കിൽ അവൻ തമ്പുരാൻ്റെ കെണിയിൽ നിന്നും മാറിയിട്ട് പിശാചിൻ്റെ കെണിയിലേക്ക് പോയി. വലിയൊരു ആക്സിഡൻറ്റിൽ അവൻ തലച്ചോറൊക്കെ പൊട്ടി 9 മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്ന്. പിന്നീട് സുബോധം ഉണ്ടായപ്പം അമ്മ അവനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മ നോക്കി അത്ഭുതത്തിൻ്റെ വഴിയായിരുന്നു അത്, പക്ഷെ നീ അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ജീവിതങ്ങളിലേക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ഓരോ സഹനത്തിൻ്റെ മുൻപിലും നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ടത്, ദൈവമേ, കൂടുതൽ മോശമായി ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ കരുതലാണ് ഇത് എങ്കിൽ ഒന്ന് വെളിവാക്കിത്താ, ഒന്ന് ബോധ്യപ്പെടുത്തിത്താ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വേണം. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ബാലാമിനെ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുമ്പം കഴുത കൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന കഴുത മുമ്പോട്ട് പോകാൻ കഴിയാതെ, മാലാഖയെ കണ്ട് ഭയപ്പെട്ട് വളരെയധികം പീഡിപ്പിച്ചിട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ വലിയൊരു അപകടകരമായ അസ്വസ്ഥമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒടുവിൽ വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഈ കഴുതയുടെ സംസാരം കേട്ട് ഒടുവിൽ ഈ പറയുന്ന ബാലാം ശപിക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ജീവിതക്കുറിപ്പ് പോലെ നമ്മുടെ തമ്പുരാൻ ഇങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴല്ല, ദൈവത്തിനൊരു മിസ്റ്റീരിയസ് ഡിവൈൻ വേ ഓഫ് തിങ്കിങ് ഉണ്ട്. ചിന്തിക്കാൻ കഴിയാത്ത വിധം വളരെ രഹസ്യാത്മകമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും അത്ഭുതകരമായി ഇടപെടുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, കതിരും പതിരും തിരിച്ചറിയാനായിട്ടുള്ള അസുലഭമായ ഇടമാണ് നമുക്ക് കടന്നു വരുന്ന സഹനത്തിൻ്റെ അനുഭവങ്ങൾ എന്നോർക്കണേ. കതിരും പതിരും തിരിച്ചറിയാനായിട്ട് ദൈവം അനുവദിക്കുന്ന ഒരവസരമായിട്ട് ചില സഹനാനുഭവങ്ങൾ മാറും. നല്ല തങ്കത്തിളക്കമുള്ള ജീവിതങ്ങളൊക്കെ, കച്ചിക്കുറുക്കപ്പെട്ട ജീവിതങ്ങളൊക്കെ നല്ല വെൺപ്രഭയോടുകൂടിയിട്ട് അത്തരം സഹനാനുഭവങ്ങളെ അതിജീവിച്ച് ഉയർന്നു പറക്കണത് കാണാൻ പറ്റും. കഴുകൻ്റെ ജീവിതകഥ പോലെയാണ്. ചില ജീവികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം പോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കതിരും പതിരും തിരിച്ചറിയാനായിട്ട് ദൈവം ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ അനുവദിക്കും. നമ്മൾ തിരിച്ചറിയണം. കോവിഡ് എന്ന് പറയുന്ന ഈ മഹാദുരന്തം ഒരുപക്ഷെ കതിരും പതിരും തിരിച്ചറിയാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാകാം. ഞാൻ അങ്ങനെ ചിലപ്പോഴൊക്കെ വായിച്ചെടുക്കും. ആരെയും വിധിക്കാനല്ല, മരിച്ചുപോയവർ മോശക്കാരെന്നോ നമ്മൾ മെച്ചപ്പെട്ടവരോ എന്നോ ഒരിക്കലും പറയാനാവില്ല. നാളത്തെ നമ്മുടെ കാര്യം വ്യക്തവുമല്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വിശ്വാസത്തോടു കൂടെ ഇട്ട് തമ്പുരാനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളെ, അതാ മോശ പറയേണ്ടത്. പുറകിൽ ഇസ്രായേൽ സൈന്യവും പുറകിൽ ഈജിപ്ത് സൈന്യവും മുമ്പിൽ ചെങ്കടലും ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ ചെകുത്താനും കടലിനും നടുക്കെന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. അതുപോലെ നിൽക്കുമ്പോഴും മോശയ്ക്കുള്ള ബലം അതൊരസാമാന്യമായ ബലമാണ്. അതിൻ്റെ പുറകിലെ കാരണം ദൈവം കതിരും പതിരും തിരിച്ചറിയാനായിട്ട് ചില അവസരങ്ങളൊക്കെ തരും. സഹനമെന്ന് പറയണത് അങ്ങനെ തന്നെയാണ്. ചില ആളുകളൊക്കെ നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിക്കും. എന്തുമാത്രം സഹനം വരുമ്പോഴും. ഒരു സഹോദരി എന്നോട് പറഞ്ഞ, അച്ഛാ, വേദന ഇങ്ങനെ മാറി മാറി പണ്ട് പുരാണത്തിൽ വായിച്ച പോലെ ഇടത്തുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറുന്ന അനുഭവത്തിലാണ് കടന്നു പോണേ. ഒരെണ്ണം തീർന്നു എന്ന് വിചാരിച്ച് ഓക്കെയാണ് എന്ന് വിചാരിക്കുമ്പം ഇതൊരു തരം കുരങ്ങൻ്റെ മരം ചാടി കളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുക. ഒരെണ്ണം കഴിയുന്നു, അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് അടുത്തത് വരുന്നു.
തുടർച്ചയായിട്ട് ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, അളിയൻ, അങ്ങനെ 4 പേര് മരിച്ചു. അവർ വലിയ വേദനയോട് കൂടിയിട്ട് കടന്നു പോകുകയായിരുന്നു. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛാ ഇത് എന്തൊരു കഷ്ടമാണ്, വീട് വിറ്റാൽ ഇത് പരിഹരിക്കുമോ, സ്ഥലം മാറി ഇത് പരിഹരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വിൽക്കലോ സ്ഥലം മാറലോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ അനുഭവം. എനിക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ തന്നെ ഒരു അച്ഛൻ, അദ്ദേഹം കല്യാണം കെട്ടിക്കാൻ പോകാണ്ടായി. കാരണം അദ്ദേഹം ആശ്രവരിച്ച ഏതാനും കല്യാണങ്ങളിലെ മക്കൾ ജനിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വലിയ ഭാരപ്പെട്ടു. ആരോ അതിങ്ങനെ അദ്ദേഹത്തെ കുത്തി വേദനിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ കെട്ടിച്ചാൽ പിള്ളേരുണ്ടാകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് ഈ കതിരും പതിരും തിരിച്ചറിയാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് ചില സഹന അനുഭവങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇതിലേതിൽപ്പെടും? അവൻ വിഷമുറവുമായിട്ട് കടന്നു വന്ന് ഈ കാറ്റിപ്പറത്തി കഴിയുമ്പം ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കാൻ കഴിയുന്ന വിധം നമ്മൾ അനുഗ്രഹമുള്ളവരായി മാറുമോ, അതോ ഭോഷനായ ധനികൻ്റെ കാറ്റഗറിയിൽ നമ്മൾ പെട്ടുപോകുമോ? അവിടെയാണ് തമ്പുരാൻ പറയുന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:9 പറയും, വിശുദ്ധർ ഭാഗ്യനിർഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിശുദ്ധിയിലേക്ക് എത്തിയാൽ, അല്പവും കൂടെ ആത്മീയമായിട്ട് വളർന്നാൽ, സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോഴും സഹനാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അവയുടെ മുൻപിൽ നിൽക്കുന്ന നിലപാടിനകത്ത് ഒരു വല്ലാത്ത ഒരു ആത്മീയതയുടെ പരിവട്ടവും പരിവേഷവും ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ടും നമ്മൾ തിരിച്ചറിയണം, വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൽ ഈ കതിരും പതിരും തിരിച്ചറിയാനായിട്ടുള്ള ദൈവത്തിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ ഓരോരുത്തരും കതിരായി മാറുന്നോ അതോ പതിരായി മാറ്റപ്പെടുന്നോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില മനുഷ്യരൊക്കെ നമ്മളെ വല്ലാണ്ട് വിസ്മയിപ്പിക്കും. ജീവിതം ഇങ്ങനെ സഹനത്തിൻ്റെ നെറുകയിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് ഒരു ഗതിയില്ല, എന്നാലും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ നിക്ഷേപത്തിൻ്റെ വിഹിതങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ചില മനുഷ്യന്മാർ. നമുക്ക് കൗതുകം തോന്നും ചില മനുഷ്യരുടെ ജീവിതങ്ങൾ. എന്താ അവർക്ക് മിച്ചമുള്ളതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൈകളിലെ സുരക്ഷിതമായ ഒരു വിശ്വാസത്തിൻ്റെ നിധി മാത്രം. അതുകൊണ്ട് ഈ കതിരും പതിരും തിരിച്ചറിയാനായിട്ട് ദൈവം അനുവദിക്കുന്ന അവസരങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ ചില മനുഷ്യർ ഈ ശരിക്കുമുള്ള കതിരെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ ചെയ്തൊരു പ്രവൃത്തി, എന്നാൽ പിന്നെ ലോക്ക്ഡൗണൊക്കെ അല്ലേ, പതിവിൽ കൂടുതൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുക. ഒരു കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ സമയത്ത് നോർമലായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ 1 മണിക്കൂറൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, ബൈബിള് കുടുംബസമേതം ഒരുമിച്ചിരുന്ന് വായിക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കാത്ത ചില വഴികളിലൂടെ ചില ജീവിതങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കും. ഞാൻ വിദേശത്തുള്ളൊരു പയ്യൻ, അവൻ്റെ ആദ്യ കുർബാനയ്ക്ക് മുമ്പായിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ആദ്യ കുർബാനയ്ക്ക് മുമ്പ് യൂറോപ്പിലൊക്കെ 1 വർഷം മുമ്പ് തന്നെ ആദ്യ കുർബാനയുടെ ഒരുക്കങ്ങളൊക്കെ ഒരു അകന്ന രീതിയിലൊക്കെ ആരംഭിക്കും. അവൻ്റെ പപ്പയോടും മമ്മിയോടും പറയുകയാണ്, എനിക്ക് ഈശോയെ ആദ്യം സ്വീകരിക്കുമ്പം ഈശോയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഈശോയെ ആദ്യം സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അവനിങ്ങനെ പപ്പയും മമ്മി ചോദിച്ചു, മോൻ എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് ആ ഒരു വായന എന്ന് പറയുന്ന വലിയ അഭിഷേകത്തിൻ്റെ കർമ്മം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അത്ഭുതം തോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 10-12 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചുമിടുക്കൻ തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപായി തന്നെ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് അത് ദൈവത്തിന് മുമ്പിൽ ഒരു സമർപ്പണം പോലെ, ഒരു നിധി പോലെ കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കുക. അവിടെ നമുക്ക് കതിരും പതിരും തിരിച്ചറിയാൻ കഴിയും. അവൻ്റെ ചേട്ടൻ ബൈബിൾ വായിക്കണ കണ്ട് ഇവൻ്റെ ഉള്ളിൽ ഇവൻ പോലും അറിയാതെ ഈ ബൈബിൾ വായിക്കുക എന്ന വികാരത്തെ, ആഗ്രഹത്തെ ദൈവം ഉദിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് 4ാമത്തെ കാര്യം. സഹനമെന്ന് പറയുന്ന അനുഭവങ്ങൾക്ക് മുൻപിൽ ദൈവമൊരുക്കുന്ന ഈ കതിരും പതിരും വേർതിരിച്ചെടുക്കാനുള്ള വലിയ സാധ്യത. ഇവിടെയൊക്കെ ജീവിതത്തിൽ ചില ലോക്ക്ഡൗണുകളും ചില ഇങ്ങനെയുള്ള പ്രത്യേക അനുഭവങ്ങളുമൊക്കെ വീട്ടിലിരിക്കാനും കുടുംബത്തോടൊപ്പം ഇരിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറേയും കൂടെ ഒന്ന് വിശാലമാക്കാൻ, മാത്രമല്ല വേണമെങ്കിലൊന്ന് പരിമിതപ്പെടുത്താനുള്ള വലിയ കൃപയിലേക്ക് നമ്മൾ മാറുകയാണ്. 5ാമത്തെ കാര്യം, നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത അനുഭവങ്ങൾ ബൈബിളിലുണ്ട്, ചരിത്രത്തിലുണ്ട്. നീതിമാൻ്റെ പ്രാർത്ഥന പോലും കേൾക്കപ്പെടാത്ത അനുഭവങ്ങൾ ബൈബിളിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം ഇത്. ജോബിൻ്റെ അനുഭവങ്ങൾ, യോസേപ്പിതാവിൻ്റെ അനുഭവം, ഈശോയുടെ തന്നെ പ്രാർത്ഥന. അപ്പം ഇതിൻ്റെ അതിൻ്റെയൊക്കെ അർത്ഥം? അടിസ്ഥാനപരമായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ നന്മകളോടും കൂടെ ജീവിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ചിലപ്പോൾ കേൾക്കാത്ത അനുഭവങ്ങളുണ്ടായി, ചിലപ്പോൾ കാലതാമസം ഉണ്ടായി, ചിലപ്പോൾ അത് ജീവിതത്തിൽ അനുഗ്രഹമല്ലാത്തത് കൊണ്ട് ഈശോയുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ടില്ല. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് ഈശോ ഗത്സമൻ തോട്ടത്തിൽ ചോര ഉയർത്ത് പ്രാർത്ഥിച്ചിട്ടും സ്വർഗം സമ്മതം മൂളിയില്ലെന്നു മാത്രമല്ല, മകനെ ഇത് ദൈവപിതാവിൻ്റെ ഹിതമായതുകൊണ്ട് അനുവർത്തിച്ചേ മതിയാകൂ എന്ന് മനസ്സിൽ ആവർത്തിച്ച് മന്ത്രിച്ചപ്പോഴാണ് ഈശോ ഉത്തരം കൊടുത്തത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ.
അപ്പോൾ ഓരോ വിശ്വാസിയും ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഓർമ്മിച്ചിരിക്കണം ഈ പ്രധാനപ്പെട്ട കാര്യം. നീതിമാൻ്റെ പ്രാർത്ഥനകൾ പോലും തിരസ്കരിക്കപ്പെട്ട ഒരു പിടി അനുഭവങ്ങൾ ലോകത്തിലുടനീളമുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, ജനിച്ചപാടെ മരിച്ചു പോകുന്നു, ജനിക്കും മുമ്പേ മരിച്ചു പോകുന്നു. ഏറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, കരുതലോടെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു മാനുഷിക ഫ്രെയിമിനകത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും തമ്പുരാൻ കൃത്യതയോടുകൂടെ പറയുകയാണ്, അത്തരം അനുഭവങ്ങൾക്ക് പുറകിൽ പോലും വലിയ ദൈവിക ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വചനങ്ങൾ നമ്മളോട് പറയും, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ടതില്ല. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മളിങ്ങനെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകളും യാചനകളും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കണം. വീണ്ടും വചനം പറയാണ്, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം നമ്മൾ ചിന്തിക്കാത്തൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വഴി ദൈവം തുറക്കുന്നത് കാണാൻ പറ്റും. നമ്മളൊക്കെ ചില മനുഷ്യജീവിതങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. ഒരിക്കലും വളരെ യാദർശികമായിട്ടൊരു സഹോദരി പറയാണ്, മകൻ്റെ വൈദേശിക തൊഴിൽ മേഖലയോട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവമേ എന്തെങ്കിലും ഒരു വഴി തുറക്കണേ എന്ന് പറഞ്ഞിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നോമ്പ് നോക്കി ഉപവാസമൊക്കെ എടുത്ത് അനുഗ്രഹത്തോടു കൂടെ ജീവിച്ച് കടന്നു പോകുമ്പം ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വളരെ യാദർശികമായിട്ട് എതിരെ ഇരിക്കുന്ന ഒരാളുമായിട്ട് പരിചയപ്പെട്ട് ആ വ്യക്തിയിലൂടെ ചിന്തിക്കാൻ കഴിയാത്ത വിധം മകൻ്റെ ജീവിതത്തിൻ്റെ പുതുബന്ധാവുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിക്കണ ഫ്രെയിം അല്ല തമ്പുരാൻ്റെത്. അത് ഈ കാലഘട്ടത്തിൽ അടിവരയിട്ട് ആവർത്തിച്ച് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം. ദൈവത്തെ നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ ചിന്താഗതിയിലേക്കും പരിമിതപ്പെടുത്തുന്ന അബദ്ധം നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മൾ എന്നും ഓർമ്മിക്കണം, ദൈവത്തിന് ദൈവത്തിൻ്റെതായ വ്യത്യസ്തങ്ങളായ വഴിയുണ്ട്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ വർഷമല്ലേ. യോസേപ്പിതാവ് സത്യം പറഞ്ഞാൽ ദൈവം ഇതുപോലെ നിഗൂഢമായ ഒരു വഴിയിലൂടെ തൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. എന്നിട്ടും വിശുദ്ധ യോസേപ്പിതാവ് എന്ത് ചെയ്തു? ആ പദ്ധതിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പുറകിലെ നിയോഗങ്ങളെ ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തമ്പുരാനോട്, വീണ്ടും ദൈവത്തോട്, വീണ്ടും മാലാഖയോടൊപ്പം ഇരുന്ന് ആലോചിച്ച് അത്ഭുതമായി അനുഗ്രഹമായി മാറിയിരിക്കുക. ഒരു സത്യം കൂടെ നമ്മൾ ഈ വചനത്തോട് ചേർന്ന്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മൾ ശാന്തരായിരിക്കുക എന്ന് പറയുമ്പം ഒരു സത്യവും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിൽ കുറിക്കണം. ചിലപ്പോഴൊക്കെ ദൈവം പറയുന്ന നോയുടെ പുറകിലെ നിയോഗങ്ങളും പ്രത്യേകതകളും വായിച്ചെടുക്കാൻ ഒരുപാട് കാത്തിരിപ്പ് വേണം. അബ്രാഹത്തിനുണ്ടായതുപോലെ ചിലപ്പോൾ അത് വേഗം സംഭവിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു LKG കുട്ടി കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരനുഭവം, ഒരാഗ്രഹം എന്നുവെച്ചാൽ പിക്നിക്കിന് പോകാൻ വേണ്ടിയിട്ട് കൊച്ചു വല്ലാണ്ട് ആഗ്രഹിച്ച് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഗതികേടെന്ന് പറയാനല്ലാതെ എന്താ പറയാനാ? വെള്ളിയാഴ്ച വരെ മഴ പെയ്തില്ല, ശനിയാഴ്ച ഭയങ്കര മഴയും പെയ്തു, പിക്നിക്കിന് പോകാൻ പറ്റിയില്ല. ഒരുപാട് പേര് ഈ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചപ്പോഴും ഈ കുഞ്ഞു പറഞ്ഞൊരു മറുപടി വല്ലാണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും. ഈശോ പിക്നിക്കിന് പോകണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ അറിഞ്ഞും അറിയാതെയും 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മളൊക്കെ പറയും, അല്ലെങ്കിലും ഈ മഴ കാരണം ഒരു തൊഴിലും ഇല്ല. 2 ദിവസം വെയിലെളിയുമ്പോൾ ചൂട് കൊണ്ട് ഇവിടെ ഒരു തൊഴിലുമില്ല. ഇനി ഏത് കാലാവസ്ഥാ വ്യതിയാനത്തെയും ഉൾക്കൊള്ളാനായിട്ടുള്ള ക്രിയാത്മകമായ എനർജി, പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ടു പോയൊരു മലയാളിയുടെ മനസ്സ് ലോക്ക്ഡൗൺ ആയാൽ അത് പരാതിയാണ്, റിലീസ് ചെയ്താൽ അതും പരാതിയാണ്. എന്തിനും ഏതിനും പരാതിയും പരിഭവങ്ങളുമായി കഴിയുന്നവരോട് തമ്പുരാൻ്റെ വചനം മോശയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നു കൊള്ളുക. ശാന്തരായിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ നിറവേറ്റപ്പെടലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ ഒരു കാലതാമസം. അടയിരിക്കുന്ന കോഴിയെപ്പോലെ, ഈ പ്യൂപ്പയുടെ രൂപത്തിൽ കഴിയുന്ന പൂമ്പാറ്റയാകാനുള്ള ആ ഒരു അവസ്ഥ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾക്ക് മുൻപിൽ നമ്മൾ ഓരോരുത്തരും കരുതലുള്ള കർത്താവിനെ ഓർമ്മിക്കാൻ, ദൈവാനുഭവങ്ങൾക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ കയ്പിൻ്റെ അനുഭവങ്ങൾക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവാനുഭവങ്ങൾ വായിച്ചെടുക്കാൻ, കൂടുതൽ മോശമായത് വരാതെ എൻ്റെ ജീവിതത്തെ തടയുന്നൊരു തമ്പുരാനെ ഒന്ന് കാണാൻ, കതിരും പതിരും തിരിച്ചറിയാനുള്ള അവസരമാണ് എൻ്റെ ജീവിതത്തിലെ ചില സഹനാനുഭവങ്ങളെന്ന് തിരിച്ചറിയാൻ. ഒടുവിൽ നീതിമാൻ്റെ പ്രാർത്ഥന പോലും തിരസ്കരിക്കപ്പെടുന്നിടത്ത് എൻ്റേത് തിരസ്കരിക്കപ്പെടുമ്പോഴും നൈരാശ്യത്തിലാകാതെ അത് ജീവിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ ദൈവകൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ നൽകട്ടെ. സമൃദ്ധമായി ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.